ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. വെൽഡിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ നമ്മൾ കണ്ടു ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ്സാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലും മേ ബി അടുത്ത വീഡിയോയിൽ നമ്മൾ ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സിലബസിൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കണം എന്നാണ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്ക് വെൽഡിംഗ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ വീഡിയോയിൽ അപ്പോൾ ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ആർക്ക് വെൽഡിങ്ങിൻ്റെ രണ്ട് ഫിഗേഴ്സാണ്. എങ്ങനെയാണ് ആർക്ക് വെൽഡിങ് ചെയ്യുന്നത് എന്നൊരു ഫിഗറാണ്, രണ്ട് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആർക്ക് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഈ ഫോട്ടോ ഉപയോഗിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആർക്ക് വെൽഡിങ് എന്ന് പറയാൻ കാര്യം ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് വെൽഡിങ് നടക്കുന്നത്. അതായത് വെൽഡിങ് ചെയ്യാനായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്താണ് നമ്മൾ വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3600 ഡിഗ്രി സെൽഷ്യസ്, അത്രത്തോളം ഹൈ ടെമ്പറേച്ചറാണ് ഈ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് അവിടെ ഫോം ആവുന്നത്. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചറിൽ ആ ആർക്കുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തെ മെറ്റൽ അപ്പം തന്നെ അങ്ങ് ഉരുകും, അതായത് മെൽറ്റായി പോകും. ശ്രദ്ധിക്കുക, ആ വർക്ക് പീസ് മുഴുവനായിട്ട് അങ്ങ് മെൽറ്റായി പോകത്തില്ല. എവിടെയാണോ ആർക്ക് ടച്ച് ചെയ്ത് വരുന്ന ആ പോർഷനിൽ കുറച്ച് തിക്നെസ്സിലുള്ള മെറ്റലായിരിക്കും ജസ്റ്റ് അപ്പം തന്നെ അങ്ങ് മെൽറ്റാവുന്നത്. മെൽറ്റായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫില്ലർ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ വെൽഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വെൽഡ് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിനാണ് വെൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന വെൽഡ്, ഇത് ആക്ച്വലി ഫില്ലർ മെറ്റീരിയലാണ് ഈ കിടക്കുന്നത്. ഈ ഫില്ലർ മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താണ് ഈ വെൽഡ് ജോയിൻ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഈ ആർക്ക് വെൽഡിങ്ങിൽ മെയിനായിട്ട് വരുന്നൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു റോഡാണ്. ഇതിനെ ഇലക്ട്രോഡ് എന്ന് പറയും. ഇലക്ട്രോഡ് എന്ന് പറയുന്ന റോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞാൽ. ഈ ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ റോഡ് ഹോൾഡർ എന്ന് പറയുന്ന ഡിവൈസിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്ന ഡിവൈസ് ആയിരിക്കും. ഈ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്ന് നേരെ ഒരു കണക്ഷൻ നമ്മുടെ വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസിലോട്ട് പോയിട്ടുണ്ട്. അതൊരു ട്രാൻസ്ഫോമറാണ്. ഈ വെൽഡിങ്ങിന് വേണ്ടി AC അല്ലെങ്കിൽ DC നമുക്ക് ആവശ്യമായിട്ടുണ്ട്. AC ആയിരുന്നാലും DC ആയിരുന്നാലും അതിനൊരു ട്രാൻസ്ഫോമർ കാണും. ആ ട്രാൻസ്ഫോമറിലോട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്, അതായത് ഇലക്ട്രിക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് റോഡ് ഒരു ഇലക്ട്രോഡ് ഹോൾഡറിലാണ് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്ന് കണക്ഷൻ നേരെ ട്രാൻസ്ഫോമറിലോട്ട് പോയിരിക്കും. അതുപോലെ തന്നെ ഒരു കണക്ഷൻ ഈ വർക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ടേബിളാണ്. ആ മെറ്റൽ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഈ വർക്ക് പീസ് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ മെറ്റൽ വർക്ക് പീസും ഈ മെറ്റൽ ടേബിളുമായിട്ട് ടച്ച് ചെയ്ത് വരുന്നുണ്ട്. ഈ മെറ്റൽ ടേബിളിൽ നിന്നൊരു കണക്ഷൻ നേരെ ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നുണ്ട്. ഈ ഇലക്ട്രോഡിൻ്റെ കണക്ഷൻ പോകുന്ന അതേ ട്രാൻസ്ഫോമറിലോട്ട് തന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ കൂടെ പോകുന്നുണ്ട്. അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇവിടെ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതായത് കറണ്ട് എന്ന് പറയുന്ന ഈ ഇലക്ട്രോഡ് ഹോൾഡർ വഴി അവിടെ നേരെ വർക്ക് പീസ് വഴി ഈ ടേബിൾ വഴി നേരെ തിരിച്ച് ട്രാൻസ്ഫോമറിലോട്ട് എത്തണം, എന്നാലേ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനെ കണക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇവിടെ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് പീസ് ചുമ്മാ തറയിൽ എങ്ങാനും വെച്ചിട്ട് ഈ ഇലക്ട്രോഡ് കൊണ്ട് ചേർത്ത് കൊടുത്താൽ അവിടെ വെൽഡിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. കാരണം കണക്ഷൻ കംപ്ലീറ്റ് ആണ്. ഇലക്ട്രിക് കണക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ, സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇതിലൊരു ആർക്ക് പ്രൊഡ്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് മണ്ണിൽ കൊണ്ട് വെച്ചിട്ടൊന്നും ഇത് നടത്താനൊക്കത്തില്ല, ഈ വെൽഡിംഗ് പ്രോസസ്സ് നടത്താനൊക്കത്തില്ല. സാധാരണ ഈ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പീസ് കാണും, ഒരു മെറ്റലിൻ്റെ പീസ് കാണും. ആ മെറ്റലിൻ്റെ പീസ് ഈ വർക്ക് പീസുമായിട്ട് ടച്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇത് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റലിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള കണക്ഷൻ നേരെ ട്രാൻസ്ഫോമറിലോട്ട് കൊടുത്തിരിക്കും. ഇവിടെ ഇപ്പം കാണുമ്പോൾ അറിയാം, ഇപ്പം ഈ ഒരു ഷീറ്റിലാണെന്ന് തോന്നുന്നു അയാൾ ഇത് ചെയ്യുന്നത്, വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷീറ്റിൽ നിന്ന് ഒരു ചെറിയൊരു കണക്ഷൻ നേരെ ട്രാൻസ്ഫോമറിലോട്ട് പോയിരിക്കും. മിക്കവാറും ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു വയർ വഴി എന്തെങ്കിലും ഒരു മെറ്റൽ പീസിൽ കണക്ഷൻ വന്നിരിക്കും. ആ മെറ്റൽ പീസ് ഈ ഷീറ്റിൻ്റെ പുറത്ത്, അതായത് ഈ വെച്ചിരുന്ന ആ പീസിൽ അത് മെറ്റൽ തന്നെ ആയിരിക്കും. ആ മെറ്റൽ പീസായി ടച്ച് ചെയ്ത് വെച്ചിരിക്കും കണക്ഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്. അങ്ങനെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് നടക്കത്തുള്ളൂ. അതായത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു ഇലക്ട്രിക് ആർക്ക് ഇവിടെ ഫോം ആവുകയുള്ളൂ. ഈ ഇലക്ട്രിക് ആർക്ക് എവിടെയാണ് ഫോം ആവുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡും ഈ വർക്ക് പീസും കൂടെ ടച്ച് ചെയ്ത് വരുന്ന ആ ഭാഗത്താണ് ഈ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്മുടെ കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ഇലക്ട്രോഡ് ഹോൾഡർ വഴി വർക്ക് പീസ് വഴി അതിൻ്റെ ഇവിടെ ടേബിളാണ്, ഇതിപ്പോൾ മെറ്റൽ ടേബിളാണ്. ആ ടേബിൾ വഴി നേരെ ട്രാൻസ്ഫോമറിലോട്ടാണ് കണക്ഷൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ സ്റ്റാർട്ടിങ് സമയത്ത്, ഈ വെൽഡിംഗ് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഈ ഇലക്ട്രോഡ് കൊണ്ടുവന്ന് ആദ്യം ഈ വർക്ക് പീസ് ഒന്ന് ടച്ച് ചെയ്യും. അപ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോഡിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് ഷോക്ക് അടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഷോക്ക് അടിക്കാതിരിക്കാനായിട്ട്.
അപ്പോൾ നേരെ നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ഓൺ ചെയ്തിട്ട് ഈ ഇലക്ട്രോഡ് ഹോൾഡർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോഡ് നേരെ കൊണ്ടുവന്ന് ഈ വർക്ക് പീസിലൊന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് വിഡ്രോ ചെയ്യും, അതായത് മുകളിലോട്ടൊന്ന് എടുക്കും, ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കും. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മേ ബി 5 mm അല്ലെങ്കിൽ 7 mm അത്രയും ഉള്ള ഒരു ഗ്യാപ്പായിരിക്കും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഈ ഇലക്ട്രോഡ് കൊണ്ടൊന്ന് ഈ വർക്ക് പീസിലൊന്ന് ടച്ച് ചെയ്യുക, ടച്ച് ചെയ്തിട്ട് അപ്പം തന്നെ ഒന്ന് വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ പൊക്കി അങ്ങ് എടുത്തങ്ങ് മാറ്റരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കുക. ആ പൊക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 mm അല്ലെങ്കിൽ 7 mm അത്രയും ഉള്ള ഒരു ഗ്യാപ്പായിരിക്കണം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആംബിയർ ഉള്ള കറണ്ടാണ്, വളരെ ലോ വോൾട്ടേജ് വളരെ ഹൈ ആംബിയർ ഉള്ള കറണ്ടാണ് ഇതിൽ കൂടെ പോകുന്നത്, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് കൊണ്ടുവന്ന് ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ചെയ്യുകയായിരിക്കും. ടച്ച് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വിഡ്രോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പൊക്കി അത് ചെറിയൊരു ഗ്യാപ്പ് ഒരു 5 mm അല്ലെങ്കിൽ 7 mm ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് കറണ്ട് ജമ്പ് ചെയ്യും. കാരണം അത്ര ഹെവി ആംബിയർ ഉള്ള കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അത് നമ്മുടെ എയറിൽ കൂടെ തന്നെ എയർ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്ത് എയറിൽ കൂടെ തന്നെ ഈ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് അതങ്ങ് ജമ്പ് ചെയ്യും ആ കറണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 mm അല്ലെങ്കിൽ 7 mm അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 10 mm ഗ്യാപ്പ് മാത്രമാണ് ഈ ഉള്ളത്. ഈ ഗ്യാപ്പിലൂടെ തന്നെ ഈ കറണ്ട് ജമ്പ് ചെയ്യും, ഈ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് ജമ്പ് ചെയ്യും കറണ്ട്. ഇതാണ് ഇലക്ട്രിക് ആർക്ക് എന്ന് നമ്മൾ പറയുന്ന സംഭവം. ആ കറണ്ട് ജമ്പ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോഡിനെ കൊണ്ട് ഈ വർക്ക് പീസിൽ ടച്ച് ചെയ്തിട്ട് നമ്മളത് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 5 mm അല്ലെങ്കിൽ 7 mm അത്രയും ഒരു ഗ്യാപ്പാണ് അവിടെ വിഡ്രോ ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലൂടെ കറണ്ട് ജമ്പ് ചെയ്യും, ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്യുന്ന അതാണ് ഇലക്ട്രിക് ആർക്ക്. ഇതാ ഇവിടെ ഈ ലൈറ്റ് പോലെ കാണുന്നുണ്ടല്ലോ, ആ ജമ്പ് ചെയ്യുന്ന ആ കറണ്ടാണ് ആക്ച്വലി ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആർക്കും അവിടെ ഫുൾ ടൈം ഉണ്ടായിരിക്കും. ആ ആർക്ക് എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കാണ് അവിടെ ഉണ്ടാക്കിയത്. കാരണം വളരെ ലോ വോൾട്ടേജ് വളരെ ഹൈ ആംബിയർ ഉള്ള കറണ്ടാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആർക്കിൽ ഏകദേശം 3600 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഫോം ആകും. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ 3600 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആ ഇലക്ട്രിക് ആർക്കിനുണ്ട്. അപ്പോൾ ആ ആർക്ക് എവിടെയാണോ ഈ വർക്ക് പീസിൽ ടച്ച് ചെയ്ത് വരുന്നത് ആ ഭാഗത്തെ മെറ്റൽ കുറച്ച് തിക്നെസ്സിൽ ആ ഭാഗത്തെ മെറ്റൽ ചെറുതായിട്ടൊന്ന് ഉരുകിപ്പോവും. അങ്ങനെ ഉരുവി മെൽറ്റാവും. ആ ഭാഗത്ത് ആ പോയിന്റിൽ ആർക്ക് ടച്ച് ചെയ്ത് വരുന്ന ആ പോയിന്റിലുള്ള മെറ്റൽ കുറച്ച് തിക്നെസ്സിൽ അതൊന്ന് മെൽറ്റ് ചെയ്യും. അപ്പോൾ എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് ആ ജോയിൻറ്റിൽ കൊണ്ടുവന്ന് ആദ്യം ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് അവിടെ ഫോം ചെയ്യും. ആ ഗ്യാപ്പിലൂടെ ഈ കറണ്ട് ജമ്പ് ചെയ്യുകയും ചെയ്യും, ഇലക്ട്രോണിൽ നിന്ന് വർക്ക് പീസിലോട്ട് ജമ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ. ആ ഗ്യാപ്പ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, എപ്പോഴും ആ ഗ്യാപ്പ് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഇലക്ട്രോഡിൽ ഇങ്ങനെ താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് ചെയ്യണ ആ പാത്തിലൂടെ ആ ലൈൻ ഓഫ് പാത്ത് ആ പാത്തിൽ വരുന്ന ആ പോർഷനിൽ ഫുള്ളും ആ പോയിൻ്റ് ബൈ പോയിൻ്റ് ആ പോർഷനിൽ ഫുള്ളും ടച്ച് ചെയ്ത് വരുന്ന ആർക്ക് ടച്ച് ചെയ്ത് വരുന്ന പോയിന്റിലുള്ള മെറ്റൽ ജസ്റ്റ് കുറച്ച് തിക്നെസ് ഭാഗത്തേക്ക് അതൊന്ന് മെൽറ്റാവും. ആ മെൽറ്റായി അതിൻ്റെ കൂടെ തന്നെ ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതും ഒരു മെറ്റൽ പീസാണ് ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3600 ഡിഗ്രി സെൽഷ്യസ് അത്രത്തോളം ഹെവി ടെമ്പറേച്ചർ വരുന്ന കൂട്ടത്തിൽ ഈ വർക്ക് പീസിലുള്ള ആ മെറ്റലും ആർക്ക് ടച്ച് ചെയ്ത് വരുമ്പോൾ മെൽറ്റാവും. അതിൻ്റെ കൂടെ തന്നെ ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റാവും. കാരണം അത്രയും ഹൈ ടെമ്പറേച്ചർ, ഇലക്ട്രോഡ് എന്ന് പറയുന്നതും ഒരു മെറ്റൽ റോഡാണ് അല്ലെങ്കിൽ മെറ്റൽ വയറാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ മെറ്റലും കൂടെ ഈ ഇലക്ട്രോഡും കൂടെ അങ്ങ് മെൽറ്റാവുന്നുണ്ട്. ആ മെൽറ്റാവുന്ന ഇലക്ട്രോഡും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് വീഴും, മെൽറ്റായിട്ട് ലിക്വിഡ് ഫോമിൽ ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് വീഴും. ഈ പുറത്തോട്ട് വീഴുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മെറ്റീരിയലാണ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വീഴുന്നത്. ആർക്കിൻ്റെ പുറത്തോട്ട് തന്നെ എവിടെയാണോ മെൽറ്റ് ചെയ്ത് വരുന്നത് ആ പോയിന്റിലോട്ട് തന്നെ ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റായിട്ട് കുറച്ചായിട്ട് മെൽറ്റായി അങ്ങ് വീഴും. അത് ഒരു ഫില്ലർ മെറ്റീരിയലായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെറ്റീരിയലായിട്ട് ഫില്ലർ മെറ്റീരിയലായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീഴും. അങ്ങനെ പുറത്തോട്ട് വീഴുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. ഈ ആർക്ക് ഫോം ചെയ്ത് ആ ആർക്കിൻ്റെ ടെമ്പറേച്ചറാണ് വർക്ക് പീസിൻ്റെ ഈ പോയിന്റിൽ. ഇപ്പം ഇലക്ട്രോഡ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റിൽ വരുന്ന എല്ലാ പോർഷനും കുറച്ച് തിക്നെസ്സിൽ ആ മെറ്റലോ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യും. ഈ പോയിന്റിൽ മാത്രം ഇത്രയും ഈ ലൈൻ ഓഫ് പോയിന്റിൽ
മെറ്റൽ ചെറുതായിട്ടൊന്ന് മെൽറ്റാവും. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി ഇതിൻ്റെ പുറത്തോട്ട് വീഴും. അങ്ങനെ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി പുറത്തോട്ട് വീഴുന്നതാണ്, ഈ വർക്ക് പീസിൻ്റെ പുറത്തോട്ട് മേലെ വീഴുന്നതാണ് ഈ കാണുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ. ഇത് എക്സ്ട്രാ മെറ്റീരിയലാണ്, ഫില്ലർ മെറ്റീരിയലായിട്ട് വരുന്ന എക്സ്ട്രാ മെറ്റീരിയലാണ് ഈ കൊടുക്കുന്നത്. ഇതാണ് ഒരു വെൽഡ് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സ്കില്ലുള്ള വർക്കറാണ് എങ്കിൽ അതിനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ജോയിൻറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ വെൽഡ് ജോയിൻ്റ് ഉണ്ടായി പോകുന്നത്. ഇത് ഇവിടെ വന്നു പോകുന്ന റീസൺ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂവ് ചെയ്ത് ഇലക്ട്രോഡ് താഴോട്ട് മൂവ് ചെയ്ത് സ്പീഡ് കൂടി പോകുമ്പോഴാണ് ഇത് ഇങ്ങനെ ആയി പോകുന്നത്. അതേസമയം ഇങ്ങനെ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ സ്പീഡ് കുറഞ്ഞു പോകുന്നതെങ്കിൽ ഇലക്ട്രോഡ് മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന ആ സ്പീഡ് കുറഞ്ഞു പോകുന്നുവെങ്കിലാണ് ഇത് ഇങ്ങനെ വെൽഡ് വരുന്നത്. കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വെൽഡ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഈ രൂപത്തിലാണ് വരുന്നത്. അതായത് കറക്റ്റ് യൂണിഫോം സ്പീഡിൽ കറക്റ്റ് ഗ്യാപ്പ്, കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇലക്ട്രോഡ് താഴോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഫില്ലർ മെറ്റീരിയൽ വന്ന് വീണ് ഇങ്ങനെ ഒരു ജോയിൻറ്റ് പോലെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് ഇങ്ങനെ ഉപയോഗിക്കും തോറും ഇങ്ങനെ ആർക്ക് എത്ര നേരം ഇരിക്കുന്നു അത്രയും നേരം ഈ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇലക്ട്രോഡിൻ്റെ ആ ലെങ്ത് ചെറുതായിട്ട് കുറഞ്ഞു വരും. അങ്ങ് കുറഞ്ഞ് വരുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി ഈ വർക്ക് പീസിൻ്റെ പുറത്തോട്ട് അങ്ങ് വീഴുകയാണ്. ആ വീഴുന്നതാണ് ഒരു ജോയിൻ്റ് ആയിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ, ഫില്ലർ മെറ്റീരിയലായിട്ട് വീണ് അവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇലക്ട്രോഡ് ഫുള്ളി കഴിയുമ്പോഴേക്കും ആ ഇലക്ട്രോഡ് മാറ്റിയിട്ട് അടുത്ത ഇലക്ട്രോഡ്, പുതിയ ഇലക്ട്രോഡ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ആ ഇലക്ട്രോഡ് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെയും കൊണ്ടുവന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്യും. ഒന്ന് വിഡ്രോ ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലൂടെ ഇലക്ട്രിക് ആർക്ക് അവിടെ പ്രൊഡ്യൂസ് ആകും. എന്നിട്ട് വീണ്ടും ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകാം. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ഇലക്ട്രിക് ആർക്ക് അവിടെ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ വർക്കറിൻ്റെ സ്കില്ല് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ആർക്ക് മൂലം ഒരു 3600 ഡിഗ്രി സെൽഷ്യസോളം അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ആർക്ക് ടച്ച് ചെയ്ത് വരുന്ന ആ സ്പോട്ടിൽ അപ്പോൾ ലൈനായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ആ സ്പോട്ടിൽ അപ്പം തന്നെ ആ മെറ്റൽ, ആ ഭാഗത്തെ മെറ്റൽ അങ്ങ് മെൽറ്റാകും. കാരണം ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മേ ബി 800 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. അപ്പം ഒറ്റയടിക്ക് 3600 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറൊക്കെ വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആ ഭാഗത്ത് കുറച്ച് തിക്നെസ്സിൽ മെറ്റൽ അങ്ങ് മെൽറ്റായി പോകും. മെൽറ്റായി മോൾട്ടൺ മെറ്റൽ പോലെയാവും. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി ഇതിൻ്റെ പുറത്തോട്ടങ്ങ് വീഴുന്നത്. അങ്ങനെ പുറത്തോട്ടങ്ങ് അതിൻ്റെ മേലെ വീണ് ഒരു ജോയിൻറ്റ് പോലെ അങ്ങ് ഫോമായി അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെൽഡ് ജോയിൻ്റ് ആയിട്ട് അങ്ങ് ഫോം ആവും. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ രീതി. ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതിന് ഇതാണ് ഇലക്ട്രോഡ് ഹോൾഡർ. ഇത് കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോഡ്. ഇത് ആക്ച്വലി ഒരു മെറ്റൽ റോഡ് തന്നെയാണ്. ഈ മെറ്റൽ ഏത് മെറ്റലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ എന്താണോ അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കും മിക്കവാറും ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഒന്നുകിൽ സെയിം മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വർക്ക് പീസിൻ്റെ മെറ്റീരിയലിൻ്റെ അതേ പ്രോപ്പർട്ടീസുള്ള എന്തെങ്കിലും അലോയ് ആയിരിക്കും ഈ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അയണാണ് നമ്മൾ വർക്ക് പീസായിട്ട് എടുക്കുന്നതെങ്കിൽ അയണോ അല്ലെങ്കിൽ അയണിൻ്റെ പ്രോപ്പർട്ടീസുള്ള എന്തെങ്കിലും അലോയോ ആയിരിക്കും ഈ ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കോപ്പറാണ് എങ്കിൽ, വർക്ക് പീസ് കോപ്പറാണ് എങ്കിൽ ഈ ഇലക്ട്രോഡും ഒന്നെങ്കിൽ കോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള എന്തെങ്കിലും അലോയ് ആയിരിക്കും ഈ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് നേരെ ഈ ഇലക്ട്രോഡ് ഹോൾഡറായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ഇലക്ട്രോഡ് ഹോൾഡറും ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസുമായിട്ട് കണക്ഷൻ കാണും. അതുപോലെ തന്നെ ഇവിടെ ഈ വർക്ക് പീസും ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമറുമായിട്ട് ഒരു കണക്ഷൻ കൊടുത്തിരിക്കും. എന്നാലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇതിപ്പോൾ അയാളുടെ കയ്യിൽ ഇലക്ട്രോഡ്, ഇതാണ് ഇലക്ട്രോഡ്, അത് ഇലക്ട്രോഡ് ഹോൾഡർ. അത് നേരെ ഈ വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് പീസ് ഇവിടെ ഈ ക്ലിപ്പ് വഴി അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പിൽ നിന്നുള്ള ഒരു കണക്ഷനും ഈ ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നതും ഇത് ഇവിടെ വെൽഡിങ് ചെയ്യാൻ പറ്റുന്നതും. അല്ലാതെ വർക്ക് പീസ് ചുമ്മാ തറയിലിട്ടിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ചുമ്മാ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കണക്ഷൻ, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കണക്ഷൻ ഈ ട്രാൻസ്ഫോമറിലോട്ട് പോയിരിക്കണം. എന്നാൽ മാത്രമേ വർക്ക് പീസിൽ വെൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാധാരണ എന്തെങ്കിലും മെറ്റൽ റോഡ് വല്ലതും ഈ കണക്ഷനും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. ആ മെറ്റൽ റോഡ് ഈ വർക്ക് പീസിൻ്റെ മേളിലേക്ക് അങ്ങ് വയ്ക്കും. അത്രയേ ചെയ്തുള്ളൂ കണക്ഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്. എന്തെങ്കിലും റോഡ് എന്തെങ്കിലും കാണാം, ആ റോഡ് ഈ വർക്ക് പീസിൻ്റെ മേളിൽ വെച്ചിട്ടായിരിക്കും ബാക്കി വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ഉള്ളതുകൊണ്ട് കണക്ഷൻ ഇവിടെ കൊടുത്ത് കണക്ഷൻ വാലിഡ് ആയിട്ട് തന്നെ നിന്നോളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന സംഭവം. ഇവിടെയാണ് നമ്മുടെ ആർക്ക് വെൽഡിംഗ് ചെയ്യുന്നത്. ഇതാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് മെറ്റൽ വർക്ക് പീസും ഇതാണ് ഇലക്ട്രോഡ്. അത് തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡ്, ഇതാണ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ വെൽഡിംഗ് റോഡ് എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് കൊടുത്തിരിക്കും. ഫ്ലക്സ് കോട്ടിങ് എന്നാണ് പറയുന്നത്. ഈ ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ള അതിനെയാണ് കോട്ടിങ് എന്ന് പറയുന്നത്. അതിനെ ഫ്ലക്സ് കോട്ടിങ് എന്ന് പറയും. ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ഈ ആക്ച്വൽ ഇലക്ട്രോഡ് മെറ്റൽ റോഡ് അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. അത് ഇവിടെ കാണുമ്പോൾ അറിയാം. ഇതാണ് ആക്ച്വൽ വെൽഡിംഗ് റോഡ് എന്നുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു ഫ്ലക്സ് കോട്ടിങ് കൂടെ കൊടുത്തിരിക്കുക. അതാണ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ ഒരു ഫ്ലക്സ് കോട്ടിങ് കൂടെ കൊടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു ആർക്ക് ഫോം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ഈ ഇലക്ട്രോഡ് ഇങ്ങനെ മെൽറ്റായി ഇതിൻ്റെ മുകളിലേക്ക് വീണുകൊണ്ടിരിക്കും. ഈ ജോയിൻറ്റിൻ്റെ മുകളിലേക്ക്, അതായത് എവിടെയാണോ ജോയിൻറ്റ് ഉണ്ടാവേണ്ടത് ആ ജോയിൻറ്റിൻ്റെ മുകളിൽ വീണുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റ് ആവുന്നുണ്ട്. ഈ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റായി എന്ന് സംഭവിക്കുന്നു എന്ന് വച്ചാൽ ഈ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റായി ഒരു കുറച്ച് ഗ്യാസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ആ ഗ്യാസ് ഒരു ഷീൽഡ് പോലെ ഇവിടെ ആക്ട് ചെയ്യും. ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ ഈ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്ലക്സ് കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലക്സ് കോട്ടിങ് ഇലക്ട്രിക് ആർക്കിൻ്റെ ടെമ്പറേച്ചർ മൂലം മെൽറ്റ് ആവുകയും ഈ ഇലക്ട്രോഡിലാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലക്സ് കോട്ടിങ് ഇലക്ട്രോഡിലുള്ള ആ ഫ്ലക്സ് കോട്ടിങ് ഇലക്ട്രിക് ആർക്കിൻ്റെ ടെമ്പറേച്ചർ മൂലം മെൽറ്റ് ആവുകയും ഇലക്ട്രോഡിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വർക്ക് പീസിൻ്റെ മുകളിലോട്ട് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലക്സ് കോട്ടിങ് മെൽറ്റായി അത് ഗ്യാസ് ആവും. ആ ഗ്യാസ് ഈ ആർക്കിന് ചുറ്റും ഇങ്ങനെ ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്ത് ആർക്കിന് ചുറ്റും ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ അങ്ങനെ തന്നെ നിൽക്കും. ഈ ഒരു ഷീൽഡിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ ഇലക്ട്രിക് ആർക്ക് ഇപ്പോൾ ഈ ഒരു കോട്ടിംഗ് ഒന്നും ഇല്ലയെന്ന് കരുതുക. ഇപ്പോൾ ബെയർ ആയിട്ടുള്ള ഇലക്ട്രോഡ്, അതായത് ഇലക്ട്രോഡ് അത് മാത്രമേ ഉള്ളൂ, കോട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ ആ സമയം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആർക്ക് ഉണ്ടാകും. ആ ആർക്ക് മൂലം ഈ ഇലക്ട്രോഡും കൂടെ മെൽറ്റായി ഇതിൻ്റെ മുകളിലോട്ട്, ഈ വർക്ക് പീസിൻ്റെ മുകളിലോട്ട് ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ആർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ നൈട്രജനും ആയിട്ടും ഒക്കെ കോൺടാക്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഇലക്ട്രിക് ആർക്ക് വളരെ ഹൈ ടെമ്പറേച്ചറാണ്, 3600 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഹൈ ടെമ്പറേച്ചറുള്ള ആർക്കാണ്. അത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ കാർബൈഡ്സ് ഒക്കെ ഫോം ചെയ്യും. അങ്ങനെ ഓക്സൈഡ്സും കാർബൈഡ്സും ഒക്കെ ഫോം ചെയ്ത്, അതായത് ഇമ്പ്യൂരിറ്റിയാണ് ഈ ഓക്സൈഡ്സും കാർബൈഡ്സും എന്നൊക്കെ പറയുന്നത്. ആ ഇമ്പ്യൂരിറ്റി ഫോം ആയിട്ട് അതും കൂടെ ഈ മോൾട്ടൺ മെറ്റലിലോട്ട് അങ്ങ് വീണ് മിക്സായി വെൽഡ് ജോയിൻറ്റ് ഫോം ആകുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങ് പെട്ടുപോകും. അങ്ങനെ ഈ വെൽഡ് ജോയിൻറ്റിൻ്റെ അകത്ത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും കാർബണും നൈട്രജനായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന ഓക്സൈഡ്സും ബാക്കി ഇമ്പ്യൂരിറ്റീസും കൂടെയൊക്കെ ഈ വെൽഡ് ജോയിൻ്റ് അകത്ത് പെട്ടുപോയാൽ ആ വെൽഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട്, അതായത് ഈ ഓക്സൈഡ്സും ബാക്കി ഇമ്പ്യൂരിറ്റീസും ഒന്നും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഈ ആർക്കിനെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് തടയണം. അങ്ങനെ തടയാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാസിൻ്റെ ഷീൽഡ് ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഗ്യാസിൻ്റെ ഷീൽഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രോഡിൽ ഒരു ഫ്ലക്സിൻ്റെ കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റ് ആവും. ഫ്ലക്സ് കോട്ടിങ് മെൽറ്റ് ചെയ്ത് അത് ഗ്യാസ് ആവും. ആ ഗ്യാസ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റും, ഈ ഇലക്ട്രോഡ് എവിടെയാണോ നിൽക്കുന്നത് അതിന് ചുറ്റും ആ ഗ്യാസ് അങ്ങനെ നിൽക്കും. ഒരു എൻവലപ്പ് പോലെ, ഈ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു എൻവലപ്പ് പോലെ ആക്ട് ചെയ്യും, അതായത് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും കാർബണും ആയിട്ടൊന്ന് റിയാക്ട് ഈ ഇലക്ട്രിക് ആർക്കിന് റിയാക്ഷൻ സംഭവിക്കാതെ അതിനങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഒരു ഗ്യാസ് ഷീൽഡ് കൊണ്ടങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം അത് കാരണം റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സും കാർബൈഡ്സും ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഈ മെറ്റലുമായിട്ടും ഈ വെൽഡ് മെറ്റലുമായിട്ടങ്ങ് ജോയിൻ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് പെട്ടുപോകാറുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഓക്സിജനും നൈട്രജനും ആയിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഇലക്ട്രിക് ആർക്ക് ഓക്സിജൻ നൈട്രജൻ റിയാക്ഷൻ നടക്കാതെ ആ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാസിയൻ ഷീൽഡ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ഗ്യാസിയൻ ഷീൽഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫ്ലക്സ് കോട്ടിങ് ഈ ഇലക്ട്രോഡിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോഡ് മേലെ ഫ്ലക്സ് കോട്ടിങ് കൊടുക്കുമ്പം ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് ടച്ച് ചെയ്തപ്പോൾ ആ ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റായി ഗ്യാസ് ആയിട്ട് മാറും. ആ ഗ്യാസ് ഇതിന് ചുറ്റും ഒരു ഗ്യാസിയസ് ഷീൽഡ് പോലെ എൻവലപ്പ് പോലെ എപ്പോഴും കാണും. എപ്പോഴൊക്കെ ആർക്കുണ്ടാവും അപ്പോഴെല്ലാം ഗ്യാസിയസ് എൻവലപ്പ് പോലെ ഇതിന് ചുറ്റും കാണും. അത് കാരണം ബാക്കി അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും കാർബണുമായിട്ടൊന്ന് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സും കാർബൈഡ്സും ഇമ്പ്യൂരിറ്റീസും ഒന്നും ഉണ്ടാവാതെ അത് സൂക്ഷിക്കും. അതിനുവേണ്ടിയാണ് ഈ ഫ്ലക്സ് കോട്ടിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഫ്ലക്സ് കോട്ടിങ് ഈ വെൽഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ മോൾട്ടൺ മെറ്റലുള്ള വെൽഡുമായിട്ട് ഈ ഫ്ലക്സ് കോട്ടിങ് റിയാക്ട് ചെയ്ത് സ്ലാഗ് ഉണ്ടാവും. പക്ഷേ ഈ സ്ലാഗ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ കമ്പോണൻ്റ് ആയതുകൊണ്ട് അത് ഈ വെൽഡ് ജോയിൻറ്റിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ അങ്ങ് കിടന്നോളും. ഈ വെൽഡ് ജോയിൻറ്റിൻ്റെ അകത്ത് ആ സ്ലാഗ് പെട്ടുപോകത്തില്ല. അതിൻ്റെ ഡെൻസിറ്റിയും കാര്യങ്ങളും കുറവായതുകൊണ്ട് ആ വെൽഡ് ജോയിൻറ്റിൻ്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ സ്ലാഗ് അങ്ങ് കിടന്നോളും. അപ്പോൾ ഈ ഗ്യാഷ്യൻ ഷീൽഡ് ഈ മോൾട്ടൺ മെറ്റലുമായിട്ട്, ഇവിടെ മോൾട്ടൺ മെറ്റലാണല്ലോ ഉണ്ടാകുന്നത്, ഈ വെൽഡ് പൂൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു മോൾട്ടൺ മെറ്റലിൻ്റെ ഒരു ലെയറാണ് ഉണ്ടാകുന്നത്. ആ മോൾട്ടൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് സ്ലാഗ് എന്ന് പറയുന്ന ഒരു ഇമ്പ്യൂരിറ്റി ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സ്ലാഗ് എന്നുള്ളത് ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് പെട്ടുപോകത്തില്ല. കാരണം അതിൻ്റെ ഇത് കുറവാണ്, ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിൻ്റെ മുകളിൽ, അതായത് ഈ ജോയിൻറ്റിൻ്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ കിടന്നോളാം ഈ സ്ലാഗിന്. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിപ്പിംഗ് ഹാമർ, അതായത് ചെറിയൊരു ടൂളുണ്ട്, ആ ടൂൾ വരെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഈ സ്ലാഗ് അല്ല ഇമ്പ്യൂരിറ്റി അങ്ങ് പൊട്ടി പൊയ്ക്കോളും. അപ്പോൾ അതിൻ്റെ അകത്ത് വെൽഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ സ്ലാഗിന് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഇതിനുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ലാഗിനൊന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലാഗ് ഒരിക്കലും ഈ വെൽഡിൻ്റെ അകത്ത് പെട്ടുപോകത്തില്ല, അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നോക്കുക,
ഇതാണ് പവർ സപ്ലൈ, അതായത് വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ ഇലക്ട്രോഡ് ഹോൾഡർ വഴി ഇലക്ട്രോഡിൽ എത്തുന്നുണ്ട്. പിന്നെ ഈ വർക്ക് പീസ് എന്നുള്ളത് ഇവിടെ ഈ ഒരു ടേബിളാണ് കൊടുത്തിരുന്നത്. അത് മിക്കവാറും മെറ്റലിൻ്റെ ടേബിളായിരിക്കും. അതിൽ നിന്നുള്ള ഒരു കണക്ഷൻ നേരെ ആ സെയിം ട്രാൻസ്ഫോമറിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ കണക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് കൊണ്ടുവന്ന് ആദ്യം ഈ വർക്ക് പീസിനോട് ടച്ച് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യുമ്പോഴാണ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ആ ഗ്യാപ്പിലൂടെയാണ് ഇലക്ട്രിക് ആർക്ക് ഈ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് ഈ ഹൈ കറണ്ട്, ലോ വോൾട്ടേജ് ഹൈ കറണ്ട്, ഹൈ ആംബിയറുള്ള കറണ്ട് ജമ്പ് ചെയ്യുകയും ആ ജമ്പ് ചെയ്യുന്നതാണ് ഈ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ആർക്ക് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ആർക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് നോക്കുക, ഇതാണ് ബെയർ ഇലക്ട്രോഡ്, അതായത് കോട്ടിംഗ് ഇല്ലാത്ത ഇലക്ട്രോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോട്ടിംഗ് ഇല്ലാത്ത ഇലക്ട്രോഡാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ ആർക്ക് ഉണ്ടാവും അനുസരിച്ച് ഇലക്ട്രോഡ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ മെൽറ്റ് ആവുന്ന ഇലക്ട്രോഡ് ഇതിൻ്റെ മുകളിൽ ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഇലക്ട്രിക് ആർക്കും അറ്റ്മോസ്ഫിയറുള്ള എയറും ഓക്സിജനും നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്ത് റിയാക്ട് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് ഫോം ചെയ്ത് ഈ വെൽഡിൻ്റെ അകത്ത് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ആർക്കിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഗ്യാഷ്യസ് ഷീൽഡ് പോലെ ഫോം ചെയ്യുന്നത്. ഈ ഗ്യാഷ്യസ് ഷീൽഡ് ഉണ്ടാകാൻ വേണ്ടിയാണ് അതിൻ്റെ ഈ ഇലക്ട്രോഡിൽ ഒരു കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത്. ആ കോട്ടിങ്ങും കൂടെ മെൽറ്റായി അത് ഗ്യാസ് ആവും. ആ ഗ്യാസ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കും. ഈ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് ചുറ്റും ഒരു എൻവലപ്പ് പോലെ നിൽക്കും. അങ്ങനെ എൻവലപ്പ് പോലെ ഒരു ഗ്യാഷ്യസ് ഷീൽഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രോഡിന് ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്ന ബേസിക് സംഭവങ്ങൾ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ആർക്ക് വെൽഡിങ്ങിലുള്ള എത്ര കറണ്ടാണ്, എത്ര ടെമ്പറേച്ചറൊക്കെ ഫോം ചെയ്യുന്നു, എത്ര കറണ്ടാണ് അതിന് ആവശ്യമുള്ളതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.